വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അറസ്റ്റിലായ പ്രതികളെ കോളേജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തുന്നതും പരിഗണിക്കും. ജിൻസ് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ജിൻസ്, തെളിവെടുപ്പാണ് ഇനി നടക്കാനുള്ളത്. എപ്പോഴായിരിക്കും? വാർത്തയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട 18 പേരും പിടിയിലായതോടെ കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. ഇനി ആദ്യം പിടിയിലായിട്ടുള്ള 6 പ്രതികളെ തിങ്കളാഴ്ച വരെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി ഇത് അംഗീകരിച്ചത്. എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം ഈ പ്രതികളെ തെളിവെടുപ്പിന് ഹാജരാക്കും എന്നുള്ളതാണ് അറിയുന്നത്. ഇപ്പോൾ നിലവിൽ തെളിവെടുപ്പ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് നടത്തുക. പ്രധാനമായും ഈ സിദ്ധാർത്ഥിനെ പീഡനത്തിനിരയാക്കിയ 4 സ്ഥലങ്ങളിലായിരിക്കും ഈ പ്രതികളെ തെളിവെടുപ്പിനെത്തിക്കുക. ഈ ആത്മഹത്യ കുറ്റം, അതുപോലെ തന്നെ അന്യായമായി തടഞ്ഞു വെക്കൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം റാഗിംഗ് നിരോധന നിയമപ്രകാരവുമാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ ഈ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റവും ചുമത്തിയേക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വയനാട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. കൽപ്പറ്റ ഡിവൈഎസ്പി TN സജീവനാണ് ഈ അന്വേഷണത്തിന് ചുമതലയുള്ളത്. എന്തായാലും പ്രതികൾക്കെതിരെ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും തെളിവെടുപ്പ് നടത്തുക. തന്നെയാണ് അവിടെ നിന്നും പലതരത്തിലുള്ള പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇന്നിപ്പോൾ ആദ്യമായി ഡീൻ അവിടെ പ്രതികരിക്കുകയുണ്ടായി. അതിനെതിരെ സസ്പെൻഷനിലായ VC അതിന് മറുപടിയും നൽകി പലയിടങ്ങളിലും. എന്താണ് ഈ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കുന്നത്? അത് കേസ് അന്വേഷണത്തെ എത്രത്തോളം സഹായിക്കാൻ സാധ്യതയുണ്ട്? ഡീൻ അല്പം മുൻപെയായിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ഈ സിദ്ധാർത്ഥിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും ഉടൻ തന്നെ ഈ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ, ഈ സിദ്ധാർത്ഥിനെ ആശുപത്രിയിൽ എത്തിക്കാൻ, അതുപോലെ തന്നെ ജീവൻ രക്ഷിക്കാനും അദ്ദേഹം ശ്രമിച്ചു എന്നും പറയുന്നുണ്ട്. അതേസമയം തന്നെ നടപടിക്രമങ്ങളിലെല്ലാം തന്നെ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. ഈ സംബന്ധിച്ചെല്ലാം ഡീന്റെ മൊഴി അടക്കം പോലീസ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിൽ മറ്റൊന്നുണ്ട്, ഈ പെൺകുട്ടിയുടെ പരാതി എന്നുണ്ട്. മരണശേഷമാണ് പരാതി ലഭിച്ചത് എന്നും കേൾക്കുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ഏതു തരത്തിലായിരിക്കും? ആ സംഭവത്തിലും ചെറിയ ദുരൂഹത നേരത്തെ പറയുകയുണ്ടായി. എന്തായാലും ആ സംഭവം, ഈ പെൺകുട്ടിയുടെ പരാതി നൽകിയത് സിദ്ധാർത്ഥ് മരണപ്പെട്ട അന്നേ ദിവസം 18-ാം തീയതി തന്നെയായിരുന്നു. പിന്നീട് 19-ാം തീയതി ആയിരുന്നു പിന്നീട് ഇത് കമ്മിറ്റി കൂടുകയും ബാക്കിയുള്ള ഇതിലേക്ക് കടക്കുകയും ചെയ്ത. ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് കെട്ടിച്ചമച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ അധ്യാപകരുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? നിലവിൽ ഈ അന്വേഷണ സംഘം പല ഭാഗങ്ങളിലായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നത്. അധ്യാപകരുടെ മൊഴിയെടുക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മൊഴി കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിരവധി വിദ്യാർത്ഥികളെ ഈ കേസിൽ സാക്ഷിയാക്കുകയും മറ്റുള്ള പ്രതികളെ പ്രതി ചേർക്കാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. എന്തായാലും ഈ അധ്യാപകർക്കെതിരെ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അതേസമയം ഈ സിദ്ധാർത്ഥിന്റെ വാർഡന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും നിലവിൽ ഇവർക്ക് നടപടി ഉണ്ടാകും എന്നുള്ള കാര്യമൊന്നും അറിയാൻ കഴിയില്ല. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിൽ ഇവർക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിപ്പോ ഇത്രയും പ്രതികളുണ്ട്, ഇവരുടെ പ്രൊസീജിയേഴ്സ്, അതായത് വിശദമായ ചോദ്യം ചെയ്യൽ ഇനിയും ഉണ്ടോ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടുണ്ടോ? ഈ തെളിവെടുപ്പ് എപ്പോഴായിരിക്കും എന്നതിനെ കുറിച്ചുള്ള സൂചനകളുണ്ടോ? കോളേജിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കാണേണ്ടതില്ലേ? തീർച്ചയായും. എന്തായാലും പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 6 പ്രതികളാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. എന്തായാലും നാളെ വരെ ഈ കസ്റ്റഡി കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മുഴുവൻ തെളിവെടുപ്പ്, ഇന്ന് ഇവരെ ഈ ചോദ്യം ചെയ്യുകയും അതിനുശേഷം നാളെ ആയിരിക്കാം ഈ തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സിദ്ധാർത്ഥിനെ മർദ്ദിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തും എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, നന്ദി ജിൻസ്.